കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കുന്നയെ നിന്നോടെ ചൊട്ടിൽ മുറുക്കി കുത്തിയ കറ. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഷെരീഫേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ അതിൻ്റെ അടുത്ത്. നമ്മൾ സാധാരണ ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് ചില കശപിശകളും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ചില തല്ലുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാവൂലേ? പിന്നെ പൂർണ്ണമായിട്ടും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശരി തന്നെ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പിന്നെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒന്നിക്കും, പിന്നെ പക്ഷെ ഒരു മനുഷ്യനെ നമുക്ക് ഒരു മനുഷ്യനല്ല, ഒരു ജനതയെ തന്നെ നമ്മൾ വലിപ്പിക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഈ മാരിയോരെയും വൈഫിന്റെയും കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. പാവപ്പെട്ട ആൾക്കാരെ കയ്യിൽ നിന്നും തീരെ പാവങ്ങളെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അതിന്റെ പേരിലാണ് അടിയുണ്ടായത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവരെ ട്രോളുന്നത്. അല്ലാതെ അവർക്കൊരു വഴക്കുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായതുകൊണ്ടോ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. നമ്മൾ ജനങ്ങളാണ്, നമുക്ക് ചോദിക്കാം കാക്ക. നമുക്ക് എത്ര ആരടുത്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അത്രയും പൈസ ആക്കുള്ള ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തമ്മിൽ അടി ഉണ്ടാക്കുന്നത് നീ പറഞ്ഞപ്പോ കറക്റ്റ്. അപ്പൊ ഇന്നത്തെ നമ്മളെ ട്രോൾ ഇതാണ്. അപ്പോ മാരിയോയും വൈഫിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ട്രോൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ ട്രോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സാധനം പറഞ്ഞുതരാം. സ്വാഗതം. അതെന്തിന് ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? ഏതായാലും ഞാൻ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്ഷിപ്രകോപമുള്ളവരാണെങ്കിലും കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിലും സുമേഷോ ഇതോ എന്നോട് നண்பன் അന്റെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. വേറെ കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മളെ കോപിച്ചവരെ ദ്രോഹിക്കുന്നവരാണെങ്കിലും ഒരു തീരുമാനം എടുക്കുക. ഇനി മുതൽ എനിക്കുള്ള എന്ത് കോപം വന്നാലും ഡ്രൈവർ സീറ്റ് ഞാൻ തന്നെ നിയന്ത്രിച്ചെടുത്തു. ഹിന്ദി നടന്നേ അമീർ ഖാൻ പ്ലാവിന്റെ മണ്ടയിൽ ഇരിക്കുന്നത് പോലുണ്ട്. സത്യം. ജിജി യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. എനിക്ക് അവനാ വേണ്ടേ, വേണ്ടെന്ന് പറഞ്ഞു. ആ ടേം ഉദ്ദേശിക്കുന്നത് കാട്ടിലിറക്കുമ്പോ എപ്പി ഇരുന്ന ഞാൻ പുള്ള കൊമ്പെല്ലാം ഇപ്പിടിയാച്ച് ഇത് എന്നോട് കുടുംബം. ഈ കോപം ഉണ്ടാകാനുള്ള വികാരം അല്ലെങ്കിൽ ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ദൈവവചനം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് അടുത്ത് പോയേക്കാ. ഇതാരാ നോക്കാം. അയ്യോ ഇത് സെൽവരാജോ അകർക്കുമ്പോ എവ്വളോ പരിസരത്ത് ரொம்ப കുട്ടിയായിട്ടാ. ഇതിപ്പോ കുട്ടിയായതാ. ആണുങ്ങൾക്ക് അതൊരു വേദന സംഹാരിയാണ്. ഒരു പെയിൻ കില്ലർ കഴിക്കുന്ന എഫക്റ്റാണ്. സ്നേഹത്തോട് തലോടി കെട്ടിപ്പിടിച്ചു മുത്തും കൂടി നിങ്ങൾ തമ്മിൽ മോശം ബന്ധമാണ് എന്ന തരത്തിലാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് പുള്ളിക്കാരി എന്തുകൊണ്ട് പറഞ്ഞില്ല? 100% ഞാൻ പറയാം. ഇത് ഞാൻ ഇവ എന്നെ കൂടെ പഠിച്ചു. ഞാൻ അവിടെ ക്ലാസ്മേറ്റോ. നമുക്ക് പോലും അറിയില്ല ഈ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ദേഷ്യത്തിന്റെ കാരണം അവർക്ക് ബെഡ്റൂമിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ്. അയ്യോ ഇതെന്താ രമണിയമ്മേ? അയ്യോ സന്ധ്യ പിന്നാടി പോച്ച്. സന്ധ്യ എല്ലാവർക്കും പിന്നെ തന്നെ അല്ലേ കാര്യം. ഇവിടെ അങ്ങനെ പുലിക്കൊണ്ട് നിന്നാ പുറത്തൊക്കെ ഇറങ്ങിയ 4 ഉദ്ഘാടനം കിട്ടും. രമ്യതപ്പെടുക. അടുത്തുള്ളവരോട് നേരിട്ട് സോറി പറയുക, ദൂരെയുള്ളവരോട് വാട്സപ്പിലാണെങ്കിലും സോറി പറയുക. അങ്ങനെ ഒന്ന് രമ്യതപ്പെട്ട് മുന്നോട്ട് നിങ്ങൾ പോയാൽ ജീവിതത്തിലും ഞാനൊരു സംഭവം തന്നെ അല്ലയോ? എന്താ വിജയമായിരിക്കും. കാരണം ശരിക്കും ഈ സാരോപദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കിയാൽ ജീവിതത്തിന്റെ നിഖിലാകല മേഖലകളിൽ നമ്മൾ വിജയിക്കും. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലെ പൊതുവെ ഉള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്റെ നിധാനം എന്നുള്ളത് ക്ഷമയാണ്. ക്ഷമ നമുക്കുണ്ടാകണം. ഏതവസരത്തിലും ക്ഷമിക്കാൻ നമ്മൾ പഠിച്ചാൽ വെറുതെ അല്ലേ ചോദിച്ചോക്ക് നമുക്ക് വിജയിക്കാൻ കഴിയും. ഒരു മനുഷ്യന്റെ മുഖമുദ്രയാകേണ്ടത് പോലും ക്ഷമയാണ്. ഒരു വീഡിയോ നടക്കും. ഞാൻ പലപ്പോഴും കഷ്ടപ്പെട്ട് കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കീറി പിടിപ്പിച്ചാണല്ലോ മനുഷ്യന് ദേഷ്യം പിടിക്കും. അപ്പൊ കഷ്ടപ്പെടാണ് ഒരു വീഡിയോ ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേറെ പണിക്കും പോയിക്കൂടെ? കൂടി മറ്റുള്ളവരോട് വർത്തിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയും. മനുഷ്യര് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ വലിയ ഡയലോഗ് വേണ്ട അവനവിടെ ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പോലെ വേറെ പണിക്ക് പോയിക്കൂടെ?
പൊണ്ണു റെസ്പോൺസ് പോയി വല്ല വായിക്കാൻ പഠിക്കുക ചെയ്യും. എനിക്ക് പോയി കിടന്ന് പറഞ്ഞു മനുഷ്യനെതിരെ ഉപദ്രവിക്കുന്നു ഇങ്ങനെ. നമസ്കാരം. പല തവണ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്. അപ്പം മകളെ കാണിച്ചാൽ അവിടെ വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പം ക്ഷമയാണ്, ക്ഷമിക്കുക. TV ബോക്സിൽ നിന്ന് എടുത്ത് ആരെ തലക്കടിക്കരുത്. പോട്ടെ, ശരി.